നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചതാണ്, അയമോദകം വറുത്ത് വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉലുവ ഷുഗറിന് നല്ലതാണ്, അപ്പോൾ ഉലുവ വെള്ളം കുടിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ നെല്ലിക്ക, മഞ്ഞൾ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഈ ഒറ്റമൂലി ചികിത്സകൾ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും തുടർച്ചയായിട്ട് ഇത് ചെയ്യണം. ഞാൻ ഡോക്ടർ ഷൈൻ മോഹൻ, തലാപ്പള്ളി ആയുർവേദ. നമ്മുടെ ശരീരം തുടർച്ചയായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അതിൻ്റെ മാറ്റം ആശ്രയിച്ചിരിക്കുന്നത് അത് നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം, അത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയാണ് പറയുന്നത്. അന്തരീക്ഷം, അത് ഏത് അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂടും ഇതെല്ലാം നമ്മളെ ബാധിച്ചിരിക്കും. നമ്മുടെ അസുഖം എന്ന് പറയുന്ന ഒരു അവസ്ഥ ആയുർവേദത്തിൽ പറയുന്നത് അനുസരിച്ചിട്ട് ഈ ദോഷങ്ങളുടെ ഈ ഏറ്റക്കുറച്ചിലുകളാണ്. നമ്മൾ ഒരു മരുന്ന് ആയിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ അതിനൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ ഒരു കാലയളവിൽ നമ്മൾ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനനുസരിച്ച് മാറിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും കഴിക്കുന്നത് അതൊരു ഓവർ ഡോസ് പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നെല്ലിക്ക ജ്യൂസ് അടിച്ച് കഴിക്കാം, മഞ്ഞൾ കൂട്ടി കഴിക്കാം, എപ്പോൾ കഴിക്കാം. അത് നമുക്ക് ഒരു നെല്ലിക്കയുടെ സീസൺ ഉണ്ടാകുമ്പോൾ, ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, കർക്കിടക മാസം കഴിഞ്ഞിട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ ഇത് സീസൺ ആവുന്നത്. ആ സമയത്ത് നമുക്ക് കുറച്ച് തുടർച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് അത് കിട്ടുമ്പോൾ കുറേശ്ശെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക. ആ അസുഖത്തിൽ നമ്മൾ മരുന്ന് കഴിച്ച് മരുന്നും അതിന് പഥ്യങ്ങളും ചിട്ടയോടുള്ള ജീവിതവും എല്ലാം കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 21 ദിവസം എടുക്കും നമ്മളുടെ ബോഡി അതിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ആയ ബോഡിക്ക് പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് അതിന് കുറച്ച് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുമ്പോഴാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് അത് വ്യത്യാസമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 21 ദിവസം, ഒരു 60 ദിവസം അല്ലെങ്കിൽ ഒരു 90 ദിവസം വരെയാണ് സാധാരണ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ടൊക്കെ മരുന്ന് കൊടുക്കാറുള്ളൂ. ഒരിക്കലും ഒരു മരുന്നും നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കാൻ പാടില്ല. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടൂ. എന്തെങ്കിലും നമ്മൾ കുറച്ച് കാലം കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ, അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ കഴിക്കുന്ന കാര്യങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു അസുഖമാണ്. ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കഴിച്ചുകൊണ്ട് നമുക്ക് ഷുഗർ മാറ്റാമെങ്കിൽ ഇത്രയും ആൾക്കാർ ഡയബറ്റീസിൻ്റെ രോഗികളാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അസുഖങ്ങൾ എപ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന് എല്ലായ്പ്പോഴും നമുക്ക് ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സയിൽ അധികം ആശ്രയിച്ചായിരിക്കുക. അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം അത് കുറച്ചു കാലം തുടരുകയും ചെയ്യാം. അതിനുശേഷം നമുക്കതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുമ്പോൾ അത് മാറ്റി അതിനനുയോജ്യമായിട്ടുള്ള വേറെ മരുന്നുകൾ തരേണ്ടതാണ്. ഇങ്ങനെയാണ് ശരിക്ക് നമ്മൾ ചികിത്സിക്കേണ്ടത്. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ വരുന്ന അസുഖങ്ങളും വ്യത്യസ്തമാണ്, അതിൻ്റെ ചികിത്സയും വ്യത്യസ്തമാണ്. താങ്ക് യു.